പ്രിയമുള്ളവരെ, ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് മേഖലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിന് കൂടുതൽ പ്രചോദനമാവുന്ന തരത്തിൽ ചടയമംഗലം പഞ്ചായത്തിന്റെ ഹൃദയഭാഗത്ത് കല്ലിടുക്കൽ രാധാകൃഷ്ണൻ എന്നറിയപ്പെടുന്ന രാധാകൃഷ്ണന്റെ ഏകദേശം 30 സെന്റോളം വരുന്ന പുരയിടം നമ്മുടെ MC റോഡുമായി ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ്. ഈ പ്രദേശം ചെറുവാഹനങ്ങൾക്ക്, കാറ്, ഓട്ടോ, ബൈക്ക് അടക്കമുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി പ്ലേ ഗ്രൗണ്ടായി നൽകുവാൻ പുള്ളി തീരുമാനിച്ചു. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കപ്പെട്ടത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിനാകെ തന്നെ ശ്രദ്ധ പകർന്നുകൊണ്ട് ടൂറിസം പദ്ധതി, നമ്മുടെ ജഡായു ടൂറിസം ഉൾപ്പെടെ ചടയമംഗലത്തുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ എത്തുമ്പോൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഇടമില്ലാതെ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു കാലമാണ്. അപ്പോൾ ചടയമംഗലം പോലുള്ള ഇങ്ങനെ പ്രദേശങ്ങൾ, ഒത്തിരി പ്രദേശങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് കാലിയായ പുരയിടങ്ങൾ കിടപ്പുണ്ട്. അവിടെയെല്ലാം കാടും കയറി പന്നിയെല്ലാം വളർത്തി കിടക്കുന്ന പ്രദേശങ്ങൾ, വാഹന സൗകര്യം ഉള്ളിടം ഇതുപോലെ വൃത്തിയാക്കി പ്ലേ ഗ്രൗണ്ടുകളാക്കിയാൽ നമ്മുടെ നാട്ടിൽ ഒരു വലിയ മാറ്റമുണ്ടാവും. ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ ഇവിടെ വരുന്ന ആളുകൾ തൊട്ടടുത്തുള്ള കമ്പോളങ്ങളിൽ പോയി സാധനങ്ങൾ വാങ്ങേണ്ടി ഒരവസ്ഥയുണ്ടാവും. അതോടൊപ്പം ഇവിടെ നിന്ന് ടാക്സി ഓടുന്നവർ, കാറും ഓട്ടോയും ഒക്കെ ഉണ്ട്, ആ സുഹൃത്തുക്കൾക്ക് ഒരു ജീവിതമാർഗമാവും. ഇവിടെ നിന്ന് വാഹനം വിളിച്ച് ഇവർക്ക് ജഡായു ടൂറിസം വരെ പോകുവാനും അവിടുന്ന് തിരിച്ചു വരുവാനും കഴിയും. അങ്ങനെ വരുമ്പോൾ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് അന്നമൂട്ടുന്ന ഒരു പദ്ധതിയായി ഇത് മാറും. അപ്പൊ അത്തരത്തിൽ ഇങ്ങനെയുള്ള പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കണം എന്ന് തന്നെയാണ് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായി ഒരു ചെറു സംരംഭമാണിത്. അതോടൊപ്പം ഇന്ന് ഈ ഗ്രൗണ്ട് ഇന്നും നാളെയും ചടയമംഗലം കുഞ്ഞയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് 100% സൗജന്യമായാണ് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുള്ളത്. ഇന്നും നാളെയും ഇവിടെ പാർക്ക് ചെയ്യുന്ന ഒരു വാഹനക്കാരിൽ നിന്നും ഫീസ് ഈടാക്കുന്നതല്ല. അതോടൊപ്പം പഞ്ചായത്തിന് ആലോചിച്ചിട്ടുണ്ട്, പഞ്ചായത്തിന്റെ ഇപ്പോഴുള്ള സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട പ്ലേ ഗ്രൗണ്ട്, അതും ഉത്സവവുമായി ബന്ധപ്പെട്ട് നാളെ ഫീസ് ഈടാക്കുന്നതല്ല. മറ്റൊന്ന്, ഈ ടൗണിലെ റോഡ് സൈഡുകളിൽ വെക്കുന്ന വാഹനങ്ങൾ ഉത്സവവുമായി ബന്ധപ്പെട്ട് ചടയമംഗലം സ്റ്റേഡിയത്തിലോട്ട് മാറ്റി പാർക്ക് ചെയ്യണം എന്നുകൂടി ഒരു അഭ്യർത്ഥനയുണ്ട്. അത്തരത്തിൽ ഈ ഉത്സവ പരിപാടിയുമായി സഹകരിക്കുവാനും തുടർന്ന് വരുന്ന കാലങ്ങളിൽ തന്നെ റോഡിലെ തിരക്ക് ഒഴിവാക്കുവാൻ ഇങ്ങനെയുള്ള ഗ്രൗണ്ടുകളിൽ ആളുകൾ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് സഹകരിക്കണം എന്നാണ് ഇന്നാട്ടിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഇങ്ങനെ ഒരു വലിയ സംരംഭത്തിന് തുടക്കം കുറിച്ച ബഹുമാന്യനായ രാധാകൃഷ്ണനെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ഈ പ്ലേ ഗ്രൗണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഇങ്ങനെ ഒരു സംരംഭം ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ തീരുമാനിച്ചത് ഈ നമ്മളെ കിഴക്കൻ മേഖലകളിൽ നിന്നുള്ള ആളുകൾക്ക് ചടയമംഗലം KSRTC ഡിപ്പോയിൽ വന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് ജോലിക്കും അല്ലാതെയും ഗുരുവായൂർ വരെ പോകുന്ന ആളുകളുണ്ട്. അത് അവിടുന്ന് അവർ ബൈക്കിലും കാറുകളിലുമാണ് ഇവിടെ വരുന്നത്. അത് രാത്രി കാലങ്ങളിൽ ഇവിടെ ഇട്ടിട്ട് പോവുകയും ഒരു കഴിഞ്ഞ് വന്നിട്ട് തിരിച്ചു കൊണ്ടുപോവുകയാണ് പതിവ്. അങ്ങനെ ഇതെല്ലാം റോഡിലാണ് ഉപയോഗിക്കുന്നത്. അത് പെറ്റി അടിച്ചാണ് അവസാനം ഇവിടുന്ന് പിരിയുന്നത്. അവർക്കൊരു സഹായവും പിന്നെ ഇത് ഈ ഉത്സവ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഇതിന് ഇവിടെ ഒരാളിരിക്കും, അയാൾക്കൊരു ചെറിയ വരുമാനത്തിന് വേണ്ടി ഈ 2 വീലറുകൾക്ക് ഒരു 10 രൂപയും
ആട്ടോയ്ക്ക് 20 രൂപയും കാറുകൾക്ക് 30 രൂപ ഫീസ് നിശ്ചയിച്ചിട്ടുള്ളതും അത് പ്രവേശിക്കുമ്പോൾ തന്നെ ഓൺലൈനായിട്ട് അടയ്ക്കേണ്ടതുമാണ്. ആ. നമസ്കാരം. ശശി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചടയമംഗലത്ത് പുതിയതായിട്ട് ഒരു പാർക്കിംഗ് ഗ്രൗണ്ട്, സേഫ് പാർക്കിംഗ് ഗ്രൗണ്ട് നിലവിൽ വന്നു. ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ സുദേവൻ അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന് ഇപ്പോൾ രാവിലെ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം ഒരു 50 സെന്റിന് പുറത്ത്, ഏകദേശം 10-70 സെന്റ് എന്ന് തന്നെ തീർത്ത് പറയാൻ സ്ഥലമാണ് ഇവിടെ ഗ്രൗണ്ടായിട്ട് ഉപയോഗിക്കുന്നത്. ചടയമംഗലം ജംഗ്ഷനിൽ എത്തുന്നവർക്ക് ഇവിടെ കൊണ്ടുവന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ 2 വീലറിന് അദ്ദേഹം 10 രൂപയാണ് ഇവിടെ ഈടാക്കുന്നത്. അതുപോലെ തന്നെ കാറുകൾക്ക് 30 രൂപയുമാണ് ഈടാക്കുന്നത്. സൗകര്യപ്രദമായ സ്ഥല സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാഹനങ്ങൾ കൊണ്ടുവെക്കുന്നവർ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ഇവിടെ CC ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. CC ക്യാമറ ഒരു സ്ഥലത്തല്ല, ഈ ഗ്രൗണ്ടിന്റെ എല്ലാ വശങ്ങളിലും CC ക്യാമറ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ സുരക്ഷിതമായിരിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഈ വരുന്ന 2 ദിവസം ചടയമംഗലത്തെ സംബന്ധിച്ചിടത്തോളം ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവം നടക്കുകയാണ്. ആ ഉത്സവവുമായി ബന്ധപ്പെട്ട് ചടയമംഗലം ടൗൺ കൃത്യമായും നല്ല വാഹന തിരക്കുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ കഴിവതും നമ്മുടെ ചടയമംഗലം ജംഗ്ഷനിലേക്ക് വരുന്ന ഇരുചക്ര വാഹനക്കാരും അതുപോലെ തന്നെ മറ്റു കാറുകളായാലും മറ്റു വാഹനങ്ങളായിരുന്നാലും കൊണ്ടുവരുന്നവർ ദയവായി ടൗൺ വിട്ട് പാർക്ക് ചെയ്യണമെന്ന് കൂടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ സുദേവൻ അറിയിച്ചിട്ടുണ്ട്. കാരണം വാഹനങ്ങൾ വളരെ സ്ഥല പരിമിതി കൂടി നമ്മുടെ ചടയമംഗലം ടൗണിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഗ്രൗണ്ടുകളിലേക്ക് പാർക്കിംഗ് ഗ്രൗണ്ടുകളിലേക്ക് വാഹനം ഈ 2 ദിവസത്തേക്കെങ്കിലും മാറ്റി പാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചടയമംഗലം ടൗണിൽ നമ്മുടെ പാലത്തിന് മുകളിലായിട്ട് 2 വീലറുകൾ നിരത്തി പാർക്ക് ചെയ്യുക പതിവാണ്. അത് പല പ്രാവശ്യം അധികൃതരിലേക്ക് നമ്മൾ ആ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെയും അതിന് ഇന്നൊരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടിട്ടില്ല. ആ 2 വീലർ കൊണ്ടുവയ്ക്കുന്ന ആ യാത്രക്കാരോട്, അതിന്റെ ഉടമസ്ഥരോട് ഒരിക്കൽ കൂടി സാക്ഷി ടിവിയുടെ ഒരു എളിയ അഭ്യർത്ഥനയുണ്ട്. ഈ 2 ദിവസമെങ്കിലും നിങ്ങൾ ഒരു സമൂഹത്തോട് സഹകരിക്കണം. ഈ 2 ദിവസം ചടയമംഗലം ഉത്സവ ലഹരിയിലാണ്. ആളുകൾ ഒരുപാട് വന്നു പോകുന്നുണ്ട്. നാളെ രാവിലെ മുതൽ ക്ഷേത്ര ദർശനത്തിനായി ഒരുപാട് പേർ നാളെ കടന്നു വരും. കാരണം പടി ചവിട്ടുന്ന വ്രതം നിൽക്കുന്നവർ നാളെ പടി ചവിട്ടുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല തിരക്ക് ചടയമംഗലത്ത് ഈ 2, 3, 4 ദിവസങ്ങളായി അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും വൈകുന്നേര സമയങ്ങളിൽ ക്ഷേത്രത്തിലേക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ വാഹനങ്ങളുടെ അനധികൃതമായ പാർക്കിംഗ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വാഹന ഉടമകൾ ഈ 2 ദിവസമെങ്കിലും ചടയമംഗലത്തെ ദേശീയ ഉത്സവമായ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ചെങ്കിലും അവരവരുടെ വാഹനങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി പാർക്ക് ചെയ്യുവാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. ഇന്ന് മുതൽ ചടയമംഗലം കല്ലുടുക്കിൽ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്വകാര്യ വ്യക്തിയുടെ ഭൂമി, ഏകദേശം 70 സെന്റോളം വരുന്ന ഭൂമി പാർക്കിംഗ് ഗ്രൗണ്ടായിട്ട് മാറിയിട്ടുണ്ട്. അതിന് ഉദ്ഘാടനം ഈ അല്പസമയത്തിനുള്ളിൽ ചടയമംഗലത്തിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ സുദേവൻ നിർവഹിച്ചിട്ടുണ്ട്. ഇവിടെ 10 രൂപയേ ഉള്ളൂ. ഒരു 24 മണിക്കൂർ നിങ്ങൾക്ക് വാഹനം ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യുന്നതിന്. ഇവിടെ വാഹനം സൂക്ഷിക്കാൻ ആളുണ്ട്. ഇല്ലെങ്കിൽ തന്നെയും ഇവിടെ ഈ ഗ്രൗണ്ടിന്റെ 4 സൈഡുകളിലും CC ക്യാമറ സംവിധാനം ഉണ്ട്. വാഹനങ്ങൾ സുരക്ഷിതമാണ്. ലൈറ്റ് രാത്രി കാലങ്ങളിൽ നല്ല വെട്ടത്തിന് വേണ്ടി ലൈറ്റുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനങ്ങൾ അശ്രദ്ധമായി പാർക്ക് ചെയ്തതിനേക്കാൾ ഉപരി നിങ്ങൾ സുരക്ഷിതമായി ഈ സ്ഥലത്തേക്ക് പാർക്ക് ചെയ്യണം. ഇനി ടൂറിസ്റ്റ് വിനോദസഞ്ചാരികൾ ധാരാളം വരുന്ന സമയമാണ് ചടയമംഗലത്തെ സംബന്ധിച്ചിടത്തോളം. പിന്നെ നമ്മുടെ ജഡായു ടൂറിസത്തിന്റെ അധികം ആളുകൾ വരുന്ന വെക്കേഷൻ സമയമായി തുടങ്ങി. അതുമാത്രമല്ല ടൂറിസ്റ്റ് സീസൺ തന്നെ ആയി കഴിഞ്ഞിരിക്കുകയാണ്. ടൂറിസ്റ്റുകൾ അധികം കടന്നു വരുന്നുണ്ട്. നമ്മൾ സഹകരിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ ഒരു പരിധിവരെ നമുക്ക് സഹകരണം കൊണ്ട് മാത്രമേ നമ്മുടെ നാടിനെ പല കാര്യങ്ങളിൽ നിന്നും നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ കഴിയുള്ളൂ. ദയവ് ചെയ്ത് ഈ 2 ദിവസമെങ്കിലും മകരവിളക്ക് ഉത്സവത്തിന്റെ പ്രധാനപ്പെട്ട 2 ദിവസങ്ങളായ ഇന്ന് നാളെയും വാഹനങ്ങൾ ദയവ് ചെയ്ത് ചടയമംഗലം ടൗണിൽ പാർക്ക് ചെയ്യാതിരിക്കാൻ വാഹന ഉടമകൾ ശ്രദ്ധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ പ്രതീക്ഷകളോടുകൂടി ഈ തത്സമയം ഇവിടെ പൂർണ്ണമാകട്ടെ. നിങ്ങൾക്ക് ഏവർക്കും ഒരു നല്ല ദിവസം കൂടി ആശംസിക്കുന്നു. കൂടാതെ സാക്ഷിയുടെ പ്രേക്ഷകർക്ക് മകരവിളക്ക് മഹോത്സവ ആശംസകൾ.